നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ടാക്സ് എന്താണ് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ടാക്സ് അല്ലേ, നോട്ട്സ് പിന്നീട് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്ലാസ്സിൽ ലളിതമായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഇപ്പം ടാക്സ് എന്നത് ഏതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചും അവരുടെ വരുമാന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ടാക്സ് അല്ലേ. ഇൻകത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് ടാക്സ്. ഇപ്പം GST അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്, ഇത് ലോകരാഷ്ട്രങ്ങളിൽ 150 രാജ്യങ്ങൾക്ക് മുകളിൽ കൺട്രീസിൽ ഈ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം കനഡയിൽ GST ഉണ്ട്, ഇന്ത്യയിൽ GST ആണ്, സിംഗപ്പൂരിൽ GST ആണ്, GCCയിൽ വാറ്റ് ഉണ്ട്, ആഫ്രിക്കയിൽ വാറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോ കൺട്രി എടുത്ത് പറയുന്നില്ല. ഈ സിസ്റ്റം വാറ്റ് ഓർ GST നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം 150 കൺട്രീസിൻ്റെ ടാക്സിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് കിട്ടും. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ പിന്നീട് അവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഈ ടാക്സ് ആ കൺട്രിയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വരുമാനം വേണം അല്ലേ. അപ്പം ഞാൻ അധികം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒന്നുകൂടി പറയുകയാണെ, സ്കിപ്പ് ചെയ്തിട്ട് പോകണമേ. ടാക്സ് നോളേജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അതുകൂടി പറഞ്ഞിട്ട് പോവാം. ഈ ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യ എന്ന കൺട്രിയെ നമ്മൾ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ നമുക്ക് ഏകദേശം 140 കോടിക്ക് മുകളിൽ ജനങ്ങൾ ജീവിക്കുന്നു ഈ രാഷ്ട്രത്തിൽ. അപ്പോൾ ഈ ജനങ്ങളുടെ കാര്യങ്ങൾ ഗവൺമെൻറ്റിന് നിറവേറ്റണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമാണ്. ഇപ്പം നമുക്ക് പൊതുമേഖല സെക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞ മറ്റുള്ള ബാങ്കിങ്, റെയിൽവേ, അങ്ങനെ ഒരുപാട് മാർഗങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഫണ്ട് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വലിയൊരു ഫണ്ട് ഇവിടെ ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും മേലെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? നികുതി ചാർജ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതൊരു നിശ്ചിത തുക നമ്മൾ ഓരോ ദിവസവും ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുകയാണ്. ഇതൊരു വലിയ ഫണ്ടായിട്ട് അവിടെ കളക്റ്റീവായി നോക്കുവാണെങ്കിൽ കാണുന്നു. അപ്പം പറഞ്ഞു വരുമ്പോൾ ടാക്സ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഇൻകം അല്ലേ. നമുക്ക് ആ ഒരു പോയിന്റിലേക്കാണ് ശരിക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകമാണ് ടാക്സ് എന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ അടുത്ത് ടാക്സ്, ഇത്രയും കോടി ജനങ്ങളുടെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസമേറിയൊരു വർക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് സൃഷ്ടിച്ച ആ മാർഗമാണ് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് ടാക്സിനെ ക്ലാസിഫൈ ചെയ്തു. നേരിട്ട് വരുന്ന പ്രത്യക്ഷമായിട്ടുള്ള നികുതിയും പരോക്ഷമായിട്ടുള്ള നികുതിയും. ഇതും നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആ പ്രോസസ്സ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു 2 വീലർ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 4 വീലർ പർച്ചേസ് ചെയ്തു. അതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസിൻ്റെ മേലെ ഇത്ര ശതമാനം GST നൽകണം. ഇനി ആ വെഹിക്കിൾ ഞാൻ റോഡിലൂടെ ഓടിച്ചു പോകുന്നതിന് റോഡ് ടാക്സ് ഇനത്തിലൊരു ഫണ്ട് കൊടുക്കണം. നിങ്ങളൊരു ഫിലിം ടാക്കീസിൽ പോയിട്ട് കാണുമ്പോൾ ടാക്സ് അടക്കുന്നു. നിങ്ങളൊരു മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ടാക്സ് അടക്കുന്നു. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവിധ കാര്യങ്ങൾക്കും ടാക്സ് ഉണ്ട്. നമ്മളത് അറിഞ്ഞോ അറിയാതെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നത് ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ കാരണം നമുക്ക് ആദ്യം ഡയറക്റ്റ് ടാക്സ് എന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്നതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇൻകം ടാക്സ്, ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, റോഡ് ടാക്സ് തുടങ്ങിയവ. അപ്പോൾ ഇതിൽ സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരു രാജ്യത്തെ സിറ്റിസൺ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടിയിലൊരു ഭാഗമാണ് പ്രോപ്പറായിട്ട് ടാക്സ് പേ ചെയ്യണം എന്നത്. അത് നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്കെതിരെ നടപടികൾ എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ നികുതി നൽകാൻ ബാധ്യതപ്പെടുന്ന ഒരാളുണ്ടാവും, സ്ലാബിൾ പേഴ്സൺ അല്ലേ. അതാണ് നമ്മളിവിടെ ഷോർട്ട് ഫോം ഇട്ടത്, ടാക്സ് ലാബിളായിട്ടുള്ള പേഴ്സൺ, TLP. നികുതിദായകൻ, അസസി അല്ലെങ്കിൽ ടാക്സ് ലാബിൾ പേഴ്സൺ, അങ്ങനെ ഏതൊരു വേർഡ് ഉപയോഗിക്കുക. ആ രാജ്യത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നികുതി നൽകാൻ ഉത്തരവാദിത്തപ്പെടുന്ന ആളെയാണ് ഞാൻ TLP അഥവാ ടാക്സ് ലാബിൾ പേഴ്സൺ വിളിക്കുന്നത്. അത് ഞാനും നിങ്ങളും സ്ഥാപനങ്ങളും ആരും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ലാബിൾ പേഴ്സൺ ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്ത ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇതിൽ മറ്റൊരു ഏജൻറ്റോ പ്രവർത്തനമൊന്നും നടക്കുന്നില്ല. ആ ഏറോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇതിൻ്റെ വലിയ പ്രത്യേകത സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ, ഈ സിസ്റ്റത്തിൽ ലാബിൾ പേഴ്സൺ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് നൽകിയില്ല, അഥവാ അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു,
പിന്നീട് ഗവൺമെൻറ് അത് മനസ്സിലാക്കി ഇയാൾ ടാക്സ് അടച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇഷ്യൂസ്, അതിൻ്റെ ബർഡൻ മുഴുവൻ ആർക്ക് ഉണ്ടാവുന്നത്? ഈ ലാബിൾ പേഴ്സണാണ്. മറ്റൊരാളും അതിൽ ബാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും ആരെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്? ഈ ലാബിൾ പേഴ്സണെയാണ്. സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അതാണ്. ഇന്ത്യയിൽ നമുക്ക് ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്, ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, റോഡ് ടാക്സ് ഒക്കെ. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലോ മറ്റോ ഉള്ള പ്രോപ്പർട്ടീസ് അല്ലേ, ഇപ്പം ലാൻഡിൻ്റെ ടാക്സ് അടക്കുന്നതും, ഭൂ ഉടമയുടെ പേരിൽ ടാക്സ് അടക്കുന്നു, കെട്ടിട ഉടമയുടെ പേരിൽ ബിൽഡിംഗ് ടാക്സ് അടക്കുന്നു. മറ്റൊരാളല്ല, നമ്മൾ ആര് പോയി അടച്ചാലും ആ പേഴ്സൻ്റെ പേയ്മെൻറ്റ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആ പേഴ്സൻ്റെ പേരിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഇത് നൽകിയില്ലെങ്കിൽ അവർക്കാണ് ഇതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക. റോഡ് ടാക്സ് RC ഓണർ പേരിൽ അടക്കുന്നു. ഇതൊക്കെ അക്കൗണ്ട്സിനെ വലിങ്ങനെ ബാധിക്കുന്നില്ലെങ്കിലും ഇൻകം ടാക്സ് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇൻകം ടാക്സിൻ്റെ പുതിയ അപ്ഡേഷൻസ് മനസ്സിലാക്കിയിരിക്കണം, അതിൽ TDSനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ, ഓരോന്നും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് ഈ സെഷനിൽ നിൽക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ സിസ്റ്റത്തിലൊക്കെ ലാബിൾ പേഴ്സൺ ത്രൂ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? നിങ്ങളിപ്പം ഗൾഫ് കൺട്രീസിലെ അക്കൗണ്ട്സൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് കോർപ്പറേറ്റ് ടാക്സ് എന്നത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അവിടുത്തെ വാറ്റ് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നമുക്ക് അവിടെ ഇതൊക്കെ ആവശ്യമെങ്കിൽ അത്രയും ട്രെയിനിങ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് വേണ്ടവർക്ക്. ഇപ്പം ഞാനിപ്പം GSTയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, കൂടി റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ സെയിം ടാക്സ് ലാബിൾ പേഴ്സൺ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു. പക്ഷേ എങ്ങനെയായിരിക്കാം? അതൊരു ഏജൻറ്റ് ത്രൂ ആണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്തതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യണം. ശരിക്കും രണ്ടിലും ലാബിൾ പേഴ്സൺ ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. ഒന്ന് ത്രൂ പേ ചെയ്തില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുണ്ട് ഇവിടെ ഒരു ഏജൻറ്റ് പ്രവർത്തിക്കുകയാണ്. ഏജൻറ്റിൻ്റെ പ്രത്യേകത എന്നത്, ഇങ്ങനൊരു ഏജൻറ്റിനെ നിലനിർത്തുന്നത് ആരായിരിക്കണം? ഗവൺമെൻറ് ആയിരിക്കണം, അല്ലാണ്ട് ലാബിൾ പേഴ്സൺ അല്ല. അപ്പോൾ ഒന്നുകൂടി വിശദമാക്കിയിട്ട് ലളിതമാക്കിയിട്ട് പറയുകയാണെങ്കിൽ, ടാക്സ് നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി ആരാണോ അവർ ഗവൺമെൻറ് ഡ്യൂട്ടി ഏൽപ്പിച്ച ഒരു ഏജൻറ്റ് മുഖേനയാണ് ഈ ഒരു ടാക്സ് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഏറെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ലാബിൾ പേഴ്സൺ എങ്ങോട്ടേക്കാണ് പേ ചെയ്തത്? ഏജൻറ്റിലേക്കാണ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം ടാക്സ് കളക്ട് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കും. എന്നതിന് ശേഷമാണ് ഇദ്ദേഹമാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനുള്ള എക്സാമ്പിൾസാണ് ചരക്കു സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി. ഇപ്പോൾ GCCയിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് സെയിം പോയിന്റ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കറക്റ്റ് ഈ ട്രെയിനിങ് നമുക്ക് എവിടെയാണ്? GST എന്ന ഏരിയയെ കുറിച്ചിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി നിങ്ങൾ ഓർമ്മിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് എ ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 വിഭാഗങ്ങൾ നിർബന്ധമാണ്. ഒന്ന് ആരാണ്? ലാബിൾ പേഴ്സൺ ഉണ്ടായിരിക്കണം. പിന്നെ അതാത് കൺട്രിയിലെ ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് എത്തണം. ആ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് ഒരു ഏജൻറ്റിനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഹൂ ഈസ് ലാബിൾ പേഴ്സൺ, ആരാണ് നികുതി നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ആൻസറാണ് സിസ്റ്റത്തിൽ. പലപ്പോഴും നമുക്ക് പല ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ കറക്റ്റ് ഒന്ന് കണക്ട് ചെയ്യൂ. കൺസ്യൂമർ ആണ്. കൺസ്യൂമർ മലയാളത്തിൽ ഉപഭോക്താവ് എന്ന് പറയും. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കൺസംഷൻ ലഭിക്കുന്ന പേഴ്സണെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇപ്പോൾ സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും അത് കൺസ്യൂം ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ. കസ്റ്റമർ എന്ന് പറയാത്ത എന്താ? പല ആളുകൾ ഇതിൽ കസ്റ്റമറായിട്ട് വരും. അപ്പോൾ അതിൽ ആ പ്രൊഡക്റ്റ് ആരാണോ ഉപയോഗിക്കുന്നത് അവരാണ് ആക്ച്വൽ ലാബിൾ പേഴ്സൺ. ഇപ്പോൾ ഈ കൺസ്യൂമർ, ഞാനും നിങ്ങളും കൺസ്യൂമർ ആവാം. അല്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മൊബൈൽ ഉണ്ടാവും, നിങ്ങൾ ക്ലാസ് കാണുന്നത് പക്ഷേ മൊബൈലോ ലാപ്ടോപ്പിലായിരിക്കാം. ആ മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ടാക്സ്, ഇപ്പോൾ 18% ടാക്സ് അടച്ചെന്ന് കരുതിക്കോളൂ. അത് നിങ്ങളത് അടക്കേണ്ടത്, വേറെ ആരുമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ആ ടാക്സ് പോകേണ്ടത്. ഗവൺമെൻറ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന, ഒരു പെന്ന് പർച്ചേസ് ചെയ്യുന്ന, ഒരു ഡ്രസ്സ് എടുക്കുന്നതോ ആ ഒരു പേഴ്സൺ ഒരിക്കലും ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിൽ ടാക്സ് പേ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമയം ഉണ്ടോ നമുക്ക്? പക്ഷേ ആ ഫണ്ട് ഗവൺമെൻറ് നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല. 3 കോടി ജനങ്ങൾ ഡെയിലി
അല്ലേ? നമ്മൾ ഈ ടാക്സ് ഗവൺമെൻറ്റിന് വലിയൊരു ഫണ്ടായിട്ട് മാറുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഈ എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് നിലനിർത്തിയ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ബിസിനസ് സ്ഥാപനങ്ങളാണ്. രജിസ്റ്റേർഡ് ബിസിനസ് കൺസേൺ, പോയിന്റ് അത് എടുത്ത് നോക്കണേ. രജിസ്റ്റേർഡ് ബിസിനസ് കൺസേൺ. TLPs ആരാണ്? കൺസ്യൂമറാണ് TLP. ഏജൻറ്റ് എന്നത് രജിസ്റ്റേർഡ് ബിസിനസ് കൺസേൺ. ഗവൺമെൻറ്റിലേക്കാണ് ടാക്സ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ സ്ഥാപനങ്ങൾ മാനുഫാക്ചറിങ് കൺസേൺ ആകാം, ഹോൾസെയിലർ ആവാം, റീറ്റെയിലർ ആകാം, ഇത്തരത്തിലുള്ള രജിസ്റ്റേർഡ് ബിസിനസ് സ്ഥാപനങ്ങൾ. ഇപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല, ചിലവർ നിർബന്ധമായിട്ടും ചെയ്യണം. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വന്നാൽ ഈ പ്രോസസ്സ് ചെയ്തു കൊടുക്കാനാണ് അവിടെ ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ അല്ലെങ്കിൽ ഒരു GST പ്രാക്ടീഷണർ, ടാക്സ് കൺസൾട്ടൻ്റ് എന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് കൊടുക്കുന്നത്. ഗവൺമെൻറ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ഇങ്ങനെയൊരു ചില പ്രത്യേക മാനദണ്ഡങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇനി പറയാനുണ്ട്, ആ രജിസ്ട്രേഷൻ എടുത്ത സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ജനങ്ങളുടെ അടുത്ത്, നിങ്ങളെ കസ്റ്റമേഴ്സ് അത്രേ പറയുന്നുള്ളൂ, ആരാന്ന് പറയുന്നില്ല, ജനങ്ങളെന്ന് പോലില്ല, നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിയമപ്രകാരം മെറിറ്റ്, അതിനൊരു ഗുണദോഷങ്ങളില്ല, അത്ര പോലും പറയുകയാണെങ്കിൽ അതിനെക്കൊണ്ട് യാതൊരുവിധ മെറിറ്റോ ഡിമെറിറ്റോ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഗുണദോഷങ്ങളില്ല. ജസ്റ്റ് എ ഡ്യൂട്ടി, ഇതൊരു ഡ്യൂട്ടി മാത്രമായിട്ട് നിങ്ങൾ കരുതുക. പക്ഷേ ഇതിനിടയിൽ ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, നികുതി തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ലോ പ്രകാരം കൃത്യമായിട്ടൊരു ഡ്യൂട്ടി മാത്രമായിട്ട് ഓർമ്മിക്കുക. ഇവർക്ക് ഇതിനെ കൊണ്ട് അതിനൊരു എന്താ പറയുക, ബെനിഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഗുണങ്ങളും ദോഷങ്ങളും ഇല്ല, അത്ര തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനി സ്ഥാപനം, അപ്പോൾ നമ്മളെ മുമ്പിലൊരു ഒരു പാർട്ടി വന്നിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ ഫേമിന് GST രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ, അത് എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, നല്ലത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അല്ലേ? അവരടുത്ത് ഒരു മീറ്റ് ചെയ്തിട്ട് അവരോട് സംസാരിച്ചിട്ട് അയാൾക്ക് സ്യൂട്ടാവുന്ന എല്ലാ സ്കീമുകളും സംസാരിച്ച് ക്ലിയർ ആക്കി കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അയാൾക്ക് രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്നുള്ളൂ. അത്തരത്തിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മളിനി എന്ത് പറയണം? ഹൂ ഷുഡ് രജിസ്റ്റർ അണ്ടർ GST ആക്ട്? GSTയുടെ നിയമപ്രകാരം ആര് രജിസ്ട്രേഷൻ എടുക്കണം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ടേൺ ഓവർ എന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ബിസിനസ് വിത്ത് ടേൺ ഓവർ എബോ ത്രെഷോൾഡ് ലിമിറ്റ് ₹40 lakh. ഇഫ് ദ ഡീലർ ഈസ് സർവീസ് പ്രൊവൈഡർ ദെൻ ദ ടേൺ ഓവർ ഈസ് 20 lakh. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ടേൺ ഓവറാണ്. ടേൺ ഓവർ എല്ലാവർക്കും അറിയാം എന്താണ്? സെയിൽസ് എമൗണ്ട് ആണ്, പ്രോഫിറ്റ് അല്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ അഗ്രിഗേറ്റ് സെയിൽസ് എമൗണ്ട്, ടോട്ടൽ സെയിൽസ് എമൗണ്ട് 40 ലക്ഷമോ അതിൻ്റെ മുകളിലോ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇവർ രജിസ്ട്രേഷൻ എടുക്കണം. അല്ലെങ്കിൽ ഇവർക്ക് വിത്ത് ഫൈനേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിയമപ്രകാരമാണ്. ചെറിയ മാറ്റങ്ങളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതില്ല, എന്നാൽ പോലും നിയമം അതാണ്. എന്നാൽ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സേവനദാതാക്കൾ ഉണ്ടാവുമല്ലോ, സർവീസ്, ഇപ്പം എഡ്യൂക്കേഷൻ സർവീസസ് വരാം, അല്ലെങ്കിൽ മറ്റുള്ള CA വരാം, അങ്ങനെയൊക്കെ നമുക്ക് എന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളൂ. അത്ര സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് 20 lakh മാത്രമേ ടേൺ ഓവർ എത്തേണ്ടതുള്ളൂ. അതായത് അവരുടെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫീസ് കളക്ഷൻ 20 ലക്ഷം കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഞാൻ രജിസ്ട്രേഷൻ എടുക്കണം. എൻ്റെ കമ്പനി, ഫേം, ഞങ്ങൾ ക്ലയൻസിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങളോട് പറയുമ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ട്രെയിനിങ് ഫീസ്, അതിൻ്റെ മേലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്ര ശതമാനം GST അടക്കണം, 18% GST അടക്കണം. ആക്ച്വലി ഇവിടെ ലാബിലാവുന്ന ആരാണ്? സർവീസ് റിസീവറാണ്, സർവീസ് പ്രൊവൈഡറായ ഞങ്ങളാണിത് കളക്ട് ചെയ്യേണ്ടത്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ പേരിലാണ് ഇതിൻ്റെ കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലേ? ഓക്കെ, അപ്പം ഈ സർവീസ് പ്രൊവൈഡർക്ക് 20 lakh എന്ന എമൗണ്ട് കുറച്ചു, മറ്റവർക്ക് 40 lakhs വരെ സമയപരിധി കൊടുത്തു, അല്ലേ? കാരണം ഇത്രയേ ഉള്ളൂ, ട്രേഡിങ്ങിനും മാനുഫാക്ചറിങ്ങിനും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. സെയിൽ ചെയ്ത എമൗണ്ടാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, പക്ഷേ അതിലൂടെ വന്ന പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ വിറ്റ സാധനത്തിനൊരു ചിലവുണ്ടാവുമല്ലോ, അതും കഴിച്ച എമൗണ്ട് ഡിഫറൻസ് അല്ലേ പ്രോഫിറ്റായിട്ട് മാറത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പം പറയുന്നതാണ്, നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ വർക്ക് നോക്കുന്നു, അവിടെ ഒരു 25 കിലോൻ്റെ ഒരു ജീര റൈസ് പർച്ചേസ് ചെയ്യാണ്, 1400 രൂപ വരുന്നുണ്ട്. ഈ 1400 രൂപ എന്നതിനെയാണ് നോക്കുന്നത്, അതിൻ്റെ പ്രോഫിറ്റ് അല്ല. ലാഭം ചിലപ്പോൾ 200 രൂപ ഉണ്ടാവും, 200 rupees ഉണ്ടാവും, അല്ലേ? അത്ര പോലും പറയുകയാണെങ്കിൽ. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് അങ്ങനെ ഒരു കോസ്റ്റ്
ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടാവുന്നില്ല. ഞങ്ങൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കോസ്റ്റ് ഉണ്ടാവുന്നില്ല. ഞങ്ങളിപ്പോൾ എൻ്റെ സർവീസ് സെയിൽ ചെയ്യുന്നു അല്ലേ, അപ്പോൾ വരുന്ന എമൗണ്ട് മുഴുവൻ ഞങ്ങൾക്ക് ഇൻകമാണ്. അപ്പോൾ ആ സർവീസ് അങ്ങനെ സെയിൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ഭാഗമില്ലാത്തതുകൊണ്ടാണ് അവരുടെ 20 lakhലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ സ്ഥാപന രജിസ്ട്രേഷൻ എടുക്കേണ്ടതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി നമുക്കിത് ഓരോ ഘട്ടങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡൻറ്റ് പേഴ്സൻ്റെ ബിസിനസ് റൺ ചെയ്യിക്കുക, ഏജൻറ്റ് ഓഫ് സപ്ലയർ, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ രജിസ്റ്റർ ഇറസ്പെക്റ്റീവ് ഓഫ് ടോട്ടൽ ടേൺ ഓവറിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവർ ടേൺ ഓവർ പോലും നോക്കണ്ട, ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കണം. ഇതൊക്കെ മാൻഡേറ്ററി രജിസ്ട്രേഷൻ്റെ പോയിന്റിലേക്ക് വരുന്നതാണ്. ഈ ഏത് കാറ്റഗറിയിൽ വന്ന ആളുകളും നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുക്കണം. ഇതിൽ ഏത് പോയിന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഞാൻ ഈ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കൂടുതൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ലൈവിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതല്ലാതെ കണ്ട് നമുക്ക് വോളണ്ടറി ബേസിസിൽ ഓപ്ഷണലായിട്ടും രജിസ്ട്രേഷൻ എടുക്കാം. ഈ സ്ഥാപനത്തിന് ചിലപ്പം എന്തെങ്കിലും ലോണോ മറ്റോ എടുക്കാൻ വേണ്ടി ചിലപ്പം പറയും, മുദ്രാ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടി GSTയുടെ രജിസ്ട്രേഷൻ നല്ലതാണെന്നൊക്കെ പണ്ട് ആളുകൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസിലെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ചിലപ്പം GST ഇൻവോയ്സ് തന്നെ ചോദിക്കുന്ന കേസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് ബുദ്ധിമുട്ട് വരും, എൻ്റെ സെയിലിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ രജിസ്ട്രേഷൻ എടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് വോളണ്ടറി ബേസിസിലും രജിസ്ട്രേഷൻ എടുക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ നിർബന്ധമായിട്ടും, അല്ലാത്തവർക്ക് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാമെന്ന് നമ്മൾ പറയാം. വൺസ് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കാൻ തീരുമാനിച്ച് കഴിഞ്ഞു അല്ലേ, രജിസ്ട്രേഷൻ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളുടെ അടുത്ത് നമുക്കിനി അതിൻ്റെ ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കിവിടെ രജിസ്ട്രേഷൻ വേണ്ടി കളക്ട് ചെയ്യേണ്ടത്? ഇതിനിടയിൽ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. 40 ലക്ഷം കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവർ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കോമ്പോസിഷൻ സ്കീം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ സ്കീം, റെഗുലർ സ്കീം, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട 2-3 സ്കീമുകളിൽ ഇവർക്ക് രജിസ്ട്രേഷൻ എടുക്കാം GSTയുടെ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് റെഗുലർ സ്കീമിനോടാണ് താല്പര്യം എന്നതും നമ്മൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഈ കോമ്പോസിഷൻ സ്കീമൊക്കെ എന്താണ്, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമുക്ക് ഇതുപോലെ റെക്കോർഡ് ക്ലാസ്സിൽ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ലൈവിൽ വന്നിട്ട് അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ചിലവർ കോമ്പോസിഷൻ തന്നെ എടുക്കുക, അവർക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ്, സിമ്പിളായിട്ട് നമുക്ക് ടാക്സ് ഫയലിങ്ങിന് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ചില ഡ്രോബാക്സ് നമുക്ക് പറയാനുമുണ്ട്. ശരി, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരുന്നത് റെഗുലർ സ്കീമിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അവർക്കാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇയാൾ രജിസ്ട്രേഷൻ എടുക്കാൻ തീരുമാനിച്ചു, നമ്മൾ മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റ് തീരുമാനിച്ചു അയാൾക്ക് റെഗുലർ സ്കീമാണ് എടുത്തത് നിങ്ങളെന്ന് കരുതുക. അപ്പോൾ ഈ ആരെടുക്കുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിനു വേണ്ടി നമ്മൾ അവരുടെ നിന്ന് കളക്ട് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൽ പ്രധാനപ്പെട്ടതാണ് പാൻ കാർഡ്. പാൻ എന്ന് വെച്ചാൽ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയും അല്ലേ. അപ്പോൾ 10 digits ആൽഫ ന്യൂമറിക്കൽ നമ്പറാണ്. ഓൾമോസ്റ്റ് നിങ്ങളുടെ അടുത്തെല്ലാം, നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഇത് പാൻ കാർഡ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പല ആക്ടിവിറ്റീസിനും നമുക്കത് നിർബന്ധമാണ്. ഫസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു പോകണമെങ്കിൽ നിങ്ങളിപ്പോൾ 50,000 എബവ് ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നു, നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ഇമ്മൂവബിൾ പ്രൊഡക്റ്റുകളുടെ കൈമാറ്റം നടക്കുന്നു, ലാൻഡ് ബിൽഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ TDS നമ്മളെടുത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ പാൻ കാർഡ് വേണം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധ എല്ലാവിധ കാര്യങ്ങൾക്ക് ഗവൺമെൻറ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെടുന്നുണ്ട്. ഈവൻ GSTയുടെ രജിസ്ട്രേഷൻ പോലും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പാൻ കാർഡിൻ്റെ പ്രത്യേകത നമ്മൾ നോക്കുക. നമ്മളടുത്ത് രജിസ്ട്രേഷൻ വന്ന ആ ഒരു പാർട്ടി ഒരു പ്രൊപ്പറേറ്റർഷിപ്പാണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ പേഴ്സൻ്റെ പേരിൽ, സോൾ ട്രേഡിംഗ് ആണെങ്കിൽ, ഏക അംഗ വ്യാപാര സ്ഥാപനമാണെങ്കിൽ ആ പേഴ്സൻ്റെ കൈവശമുള്ള അയാളുടെ ഓൺ പാൻ കാർഡ് വെച്ചിട്ടാണ് GST രജിസ്ട്രേഷൻ എടുക്കുക. എന്നാൽ ഇതൊരു കമ്പനിയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ ആണ് എങ്കിൽ ഇതിൻ്റെ പാർട്ട്നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ പാൻ കാർഡ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഫേമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ തന്നെ പാൻ കാർഡ് എടുത്തിരിക്കണം. അതാണ് അവരുടെ ആദ്യം പറയേണ്ടത്. നിങ്ങൾ ഈ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം, ഫേമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ പാൻ കാർഡ് എടുത്തിരിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ പാനിലെ നമ്പർ പോലെ വലിയ പ്രത്യേകതയുണ്ട് അല്ലേ. നമ്മളിപ്പോൾ നമ്മളെ കൈവശമുള്ള പാനിലെ 4ാമത്തെ ഡിജിറ്റ് എന്നത് ഞാൻ പറയും P ആയിരിക്കും. P എന്നത് പേഴ്സൺ എന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ചില കേസിൽ അവിടെ F വരും. 4ാമത്തെ ഇംഗ്ലീഷ് ലെറ്റർ F വന്നാൽ അത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. C വന്നാൽ അതൊരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നാളെ പാനൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, ഒരു ഇമെയിൽ ID, സ്ഥാപനത്തിൻ്റെ അഡ്രസ് പ്രൂഫ് ആൻഡ് ID പ്രൂഫ്, പേഴ്സൻ്റെ ID പ്രൂഫ് വേണം. പാർട്ട്നേഴ്സാണ്, പാർട്ട്നേഴ്സിൻ്റെ മുഴുവൻ ID പ്രൂഫ് വേണം. ഇവരുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം.
പിന്നെ ലൈസൻസ് ഫേമിൻ്റെ അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് മുനിസിപ്പൽ ലൈസൻസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റ്, അല്ലെങ്കിൽ മെയിനായിട്ട് ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റിനും റെൻ്റൽ അഗ്രിമെൻ്റ് ഒക്കെയാണ് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യുക. പിന്നെ ബാക്കി എന്തെങ്കിലും ആവുകയാണെങ്കിൽ അവർ കൊറിയർ ഇടുകയാണ് ചെയ്യുക. ഇതൊക്കെ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. നിങ്ങൾ കമ്പനി രജിസ്ട്രേഷൻ സൈറ്റ് ആക്സസ് ചെയ്തിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വാക്കിലങ്ങ് പറഞ്ഞു പോകുന്നത്. പിന്നെ ബാങ്ക് ഡീറ്റെയിൽ, അതായത് അത് ക്യാൻസൽഡ് ചെക്ക് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, എന്തോ ആവാം. പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ റെസൊല്യൂഷൻ പാസ്സായതിൻ്റെ ഓതറൈസേഷൻ ലെറ്റർ കൂടി നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കണ്ട് പരിചയപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കേസിൽ ഒരു 5 to 10 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തതാണോ എന്നുള്ളത്. അവർ നമുക്ക് മെയിൽ കുറേയൊക്കെ ഇടും എന്തെങ്കിലും അവർക്ക് ആവശ്യമെങ്കിൽ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. നോർമലി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ അലോട്ട് ചെയ്യും. GST അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, 15 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അതിൽ ആദ്യം കേരള സ്റ്റേറ്റിൽ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 32 എന്നത് 32 സ്റ്റേറ്റ് കേരളത്തിൻ്റെ കോഡാണ്. ഇപ്പം നിങ്ങൾ കർണാടകയിലേക്ക് പോകുകയാണെങ്കിൽ 29, പുതുച്ചേരി സ്റ്റേറ്റ് ഭാഗമായിട്ട് നോക്കുമ്പോൾ 34, തമിഴ്നാട്ടിൽ 33, അങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ് കോഡ് ഉണ്ടാവും. ആദ്യത്തെ 2 ഡിജിറ്റ് സ്റ്റേറ്റ് കോഡ്, പിന്നെ വരുന്ന 10 ഡിജിറ്റ്സ് ആൽഫ ന്യൂമറിക്കൽ എന്നത് പാൻ കാർഡ് നമ്പറാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. പിന്നെ അതിൽ 1, 2 ഒക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യം വരെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. നമുക്കെന്തോ രജിസ്ട്രേഷൻ ലഭിച്ചു, നമുക്ക് നമ്പർ ലഭിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളിപ്പോൾ റെഗുലർ സ്കീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആരായി മാറി? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ അംഗീകൃത ഡീലറായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ, ടാക്സ് കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മീൻസ് ഈ കമ്പനി, ആ സ്ഥാപനം ചെയ്യേണ്ടത് എന്താണ്? അവർ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് പേ ചെയ്യണം. എവിടെ? ഗവൺമെൻറ്റിലേക്കല്ല, സപ്ലയറുടെ കയ്യിൽ. പോയിന്റ് നോക്കണേ, ഇയാൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയറുടെ കൈവശം ടാക്സ് കൊടുക്കണം. ഈ കച്ചവടക്കാരൻ, കൺസ്യൂമറാണ് അൾട്ടിമേറ്റ്ലി ലാബിൾ ആവുന്നതെങ്കിലും ഈ പറയുന്ന കച്ചവടക്കാരൻ എന്ത് ചെയ്യണം? ടാക്സ് അടക്കണം. പിന്നീട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് കളക്ട് ചെയ്യണം. ദെൻ ഇത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് തമ്മിലെ ഡിഫറൻസ്, കളക്ട് ചെയ്ത ടാക്സും പേ ചെയ്ത ടാക്സ് എമൗണ്ട് തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ പേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മൾ അത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. വിത്തൗട്ട് പേയ്മെൻറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് സിമ്പിൾ ലോജിക്കിൽ നമുക്കിവിടെ പറയുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പർപ്പസിനായിട്ടുള്ള ചില കേസിലൊക്കെ ഉണ്ടായ ഇടപാടുകളുടെ മേളിൽ ഇൻപുട്ടൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. അപ്പം ഞാനൊരു ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർമ്മയിൽ വെക്കുക. ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരു പക്ഷേ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേ ചെയ്ത ടാക്സ് എമൗണ്ടിനെ അക്കൗണ്ട്സിലേക്ക് മാറ്റുമ്പോൾ ഇൻപുട്ട് ടാക്സ് എന്ന പേരിലാണ് കാണിക്കുക. ഇൻപുട്ട് ടാക്സ് ഈസ് എൻ അസറ്റ് ഓഫ് ദ ബിസിനസ് കൺസേൺ. കാരണം നമ്മൾ ഈ പേ ചെയ്ത ടാക്സ് എമൗണ്ട് മുഴുവനും നമുക്ക് തിരിച്ചു കിട്ടും. കാരണം എന്താണ്? ഈ കച്ചവടക്കാരൻ്റെ ഉദ്ദേശം കൺസംഷൻ അല്ല, ഒന്നുകിൽ റീസെയിൽ പർപ്പസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ പേ ചെയ്ത ടാക്സ് എമൗണ്ട് ഇവർക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാനുള്ളത് കൊണ്ടാണ് നമ്മളതിന് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് ഒരു എൻട്രി പോസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ പർച്ചേസ്, ലോക്കൽ പർച്ചേസ് 5% അക്കൗണ്ട് ഡെറ്റർ, പിന്നെ ഇൻപുട്ട് ടാക്സ് വരുമല്ലോ, അത് സ്റ്റേറ്റിനകത്താണെങ്കിൽ 1/2 ടാക്സ്, അത് പറയാനുള്ളതാണ്. സ്റ്റേറ്റിന് പുറത്താണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിൽ ഫുൾ ടാക്സ് ഒന്നിച്ചും കൊടുക്കും. അപ്പോൾ അത് പറഞ്ഞതിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉള്ളവരാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോയിന്റ്. ഇപ്പോൾ നമ്മൾ GSTയുടെ കമ്പോണൻസ് 3 മെയിനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് ഇതുമായിട്ട് പിന്നീട് കണക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു പോകുന്നതാണ്, GST എന്നതിനെ നമ്മൾ 3 സ്പ്ലിറ്റ് ചെയ്യുന്നു. SGST, CGST, IGST എന്ന പേരിൽ. ഈ SGSTയുടെ സ്ഥാനത്ത് ചിലപ്പം UGST വരും. എന്ന് വെച്ചാൽ യൂണിയൻ ടെറിട്ടറി എന്നതിൻ്റെ ഉദ്ദേശിക്കുന്നു. SGST എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, CGST സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഈ സ്പ്ലിറ്റിങ്ങിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആക്ടിവിറ്റി അഥവാ ട്രാൻസാക്ഷൻ വിത്തിൻ സ്റ്റേറ്റ് ആണ് നടക്കുന്നതെങ്കിൽ, ലോക്കൽ ട്രാൻസാക്ഷനാണ് നടന്നതെങ്കിൽ അവിടെ നമുക്ക് ടാക്സിന് 1/2 ടാക്സ് ആയിട്ടാണ് എടുക്കുക. നിലവിലെ GST റേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ 0 റേറ്റഡ് സപ്ലൈ ഉണ്ട്, 0% ഓഫ് ടാക്സസ് വരുന്നുണ്ട്, 5% ടാക്സ് ഉണ്ട്, 18% ടാക്സ്, പിന്നെ 40. ഇങ്ങനെയാണ് നോർമൽ കേസുള്ളത്. അപ്പം ഒക്ടോബറിന് ശേഷം മാറ്റം വന്നതാണ് എന്തെന്ന്, ഈ 28 അല്ലെങ്കിൽ 12 എന്നുള്ള ടാക്സ് ഒഴിവാക്കിയിട്ട് പകരം നമുക്കിപ്പോൾ ഇത്ര റേറ്റേ ഉള്ളൂ. പുതിയ റേറ്റ് 40 വന്നത്. 0, 5, 18 പിന്നെ 40.
പിന്നെ ഇതിൽ GST വരാത്തതും ടാക്സ് ഉള്ളതുമായ ചില ഉൽപ്പന്നങ്ങളുണ്ട്. അത് നോൺ GST പ്രോഡക്റ്റ് എന്ന് പറയും. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കേഴ്സ്, ഒപ്പിയം, ഗഞ്ച, ഇലക്ട്രിസിറ്റി, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ പറയേണ്ടതല്ല. ഇങ്ങനെ ചില കേസുണ്ട്. അപ്പം നോർമൽ നമുക്ക് ബാധിക്കുന്നത് 0, 5, 18, 40 വരെയുള്ള കേസ്. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് കേരള സ്റ്റേറ്റിൽ നിന്ന്, ഇപ്പം കണ്ണൂർ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു. ഗവൺമെൻറ് അതിന് 5% ടാക്സാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുമ്പോൾ SGST 2.5 ആയിട്ടും CGST 2.5 ആയിട്ടുമാണ് ഈ 5% ടാക്സ് കളക്ട് ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലേ. നേരെ മറിച്ച് ഇത് നിങ്ങൾ കർണാടക സ്റ്റേറ്റിലേക്കാണ് സെയിൽ ചെയ്തതെങ്കിൽ 5% നേരിട്ട് കളക്ട് ചെയ്യുന്നു, ഹാഫ് ആൻഡ് ഹാഫ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ബേസ് ഇല്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഡയറക്റ്റ് സപ്പോർട്ട് ലൈവ് ക്ലാസ് വന്നിട്ട് വിത്ത് എക്സാമ്പിൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് റെക്കോർഡ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ ഏരിയ. ഓക്കെ, നിങ്ങൾ എന്തായാലും അതൊന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇൻപുട്ട് ടാക്സ് എന്നത് ഒറ്റ വാക്കിൽ ചിന്തിക്കും. നിങ്ങൾ പേ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ പേ ചെയ്ത ടാക്സ് എമൗണ്ടാണ്. അത് റീഫണ്ട് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് വെച്ചാൽ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ ഫ്രം ദ കസ്റ്റമർ. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ഇസ് എ ലാബിലിറ്റി ഓഫ് ദ ബിസിനസ് കൺസേൺ. അക്കൗണ്ട്സ് പഠിച്ചവർക്കറിയാം നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കളക്ട് ചെയ്ത് പേയബിൾ ആണല്ലോ, കൊടുക്കാനുള്ളതെല്ലാം അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് എന്താണ്, ഓൾ പേയബിൾസ് ആർ ലാബിലിറ്റി, ഓൾ റിസീവബിൾസ് ആർ അസറ്റ്. സിമ്പിൾ ലോജിക്. അപ്പോൾ ഇവിടെ പേയബിൾ ആവുന്നതുകൊണ്ടാണ് ലാബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെയാണ് GSTR 1, 2, 3B ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഒരു ക്ലാസ്സിൽ. നമുക്ക് ഇനി പറയാനുള്ള അടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്. GST ഒരു മൾട്ടി പോയിന്റ് ടാക്സ് സിസ്റ്റമാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നെ GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ്. നോക്കൂ, നിങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നത് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അപ്പം GST VAT ഒന്നാണ് എന്ന് തെളിയിക്കാൻ വേറെ എക്സാമ്പിൾസ് ഒന്നും വേണ്ട. ഇതും നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏരിയ ആണ്, മനസ്സിലാക്കി വെക്കണം നമ്മൾ. പിന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ് GST. അതെന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പ്രാക്ടീസ്, ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഈ പറഞ്ഞ ഏരിയ, അത് കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ GCC VAT പ്രകാരം അല്ലെങ്കിൽ GST പ്രകാരം എങ്ങനെയാണ് അതാത് രാജ്യത്തെ ഗവൺമെൻറ് ജനങ്ങളിൽ നിന്നും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടാക്സ് കാൽക്കുലേഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ മൾട്ടി പോയിന്റ് ടാക്സ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, ഇത് വാല്യൂ ആഡ് ടാക്സ് ആവാനുള്ള കാരണം എന്താണ്, മറ്റ് അഡ്വാൻസ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് എങ്ങനെ ടാക്സ് എത്തിച്ചേരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിലുപരി നമുക്ക് ഈ സിസ്റ്റത്തിൽ ടാക്സ് ഇവേഷനുള്ള സാധ്യതകൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ, ഈ സ്റ്റെപ്പിന് ശേഷമാണ് നമ്മളിതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് കടക്കുക. GSTR 1 എന്താണ്, GSTR 2 എന്താണ്, അതിലുള്ള 2A 2B ഫോംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 3B എന്താണ്, ഇതിൽ തന്നെ നമ്മൾ IMS അഥവാ ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സർവീസ് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് QRMP സ്കീം അഥവാ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിലെ ഇൻവോയ്സ് IFF എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പ്യുവർലി പ്രാക്ടിക്കലിലേക്കാണ് പിന്നെ കിടക്കുക. നിങ്ങൾക്ക് കമ്പനിയുടെ വർക്ക് നൽകിയിട്ട് ആ കമ്പനിയെ നിങ്ങൾ സൈറ്റ് ആക്സസ് ചെയ്തിട്ട് കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുക. അതിൽ GSTR 1 നിങ്ങൾ ഫയൽ ചെയ്യണം, GSTR 2 നിങ്ങൾ കമ്പാരിസൺ നടത്തണം ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട്, 3B സബ്മിറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ വേവിൽ എടുക്കണം, ഇൻവോയ്സിങ് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നതാണ്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡാറ്റാസ് നൽകി കഴിഞ്ഞാൽ നിങ്ങളെ GST പ്രാക്ടീഷണറായിട്ട് എൻറോൾ ചെയ്തിടും. 2 or 3 ഡേയ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തിടും. ഒരു 15 ദിവസത്തിനുള്ളിൽ മാത്രമാണ് നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഈ രജിസ്ട്രേഷൻ എന്നല്ല, നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശം, സർട്ടിഫിക്കറ്റ് കിട്ടി നാളെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. ഇനി അഥവാ പുതിയ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ട്സ് 1 year വരെ നമ്മളതിൻ്റെ സപ്പോർട്ട് ഈ ഒരു പേയ്മെൻറ്റിൽ മാത്രം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞു. 1 yearന് ശേഷം നിങ്ങൾക്ക്
മീൻസ് ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ സർവീസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 1000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങളുടെ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾ ഓക്കെ ആണ്, ഇനി ആവശ്യമില്ലെങ്കിൽ അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതാണ് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അഡ്മിഷൻ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പേയ്മെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ ഉള്ള എമൗണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചേഞ്ച് ആവും. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി ഇപ്പോൾ ചെയ്യുന്നില്ല, പിന്നീടാണെങ്കിലും നിങ്ങളുടെ സൗകര്യമാണ്. കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.